This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi, under the guidance of Professor Dr. Kalyan Khade. The topic of research is connected with the socio-cultural relevance of coconut. In this episode, Srimati Lakshmi Bhatt, a renowned entrepreneur from Kasargod, demonstrates the indigenous technology of preparing chiratta rasam, an appetizer using coconut shell. Srimati Lakshmi Bhatt has been an inevitable part of KVK Kasargod since the time of its inception. Both as a trainee and as a resource person, Srimati Lakshmi Bhatt has contributed much to Krishi Vigyan Kendra, Kasargod. Our farmers are our family too, and personally, our bonding is very thick. At the outset, we were greeted with a yummy dessert made of just coconut milk, jaggery, and bits of mango. Now, let us have a quick look at the method of preparation of chiratta rasam, or an appetizer made of coconut shell. ഇത് ചിരട്ട ആദ്യമായിട്ട് വേവിക്കണം, വെള്ളം ഒഴിച്ച് വെച്ചിട്ട്. അപ്പം നമ്മൾ പൊട്ടിച്ചിടുകയും ചെയ്യുക, ഇങ്ങനെ വെറുതെ ഇട്ടാലും മതി. Coconut shell is called chiratta in Malayalam language. At first, we have to boil these coconut shells in water. സ്റ്റവിൽ വെച്ചിട്ട് തിളപ്പിക്കുക നന്നായിട്ട്. ഇത് തിളയ്ക്കുന്നത് വരെ നന്നായി തിളച്ച് ഇതിൻ്റെ സത്വം മുഴുവൻ വിടണം ഇതിലേക്ക്, ഈ വെള്ളത്തിലേക്ക്. Keep boiling until the water turns deep brown. അപ്പോൾ ഈ ചിരട്ടകത്ത് നമ്മൾ രസം വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ദഹനക്രിയയൊക്കെ നന്നായിട്ട് നടക്കും. അതേമാതിരി നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷത്തിൻ്റെ അംശം നമ്മുടെ വയറ്റിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കളയുകയും ചെയ്യും ഈ ചിരട്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിരട്ട രസം ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ഈ ചിരട്ട ഇട്ട രസം കഴിക്കണം. പിന്നെ നമ്മൾ വലിയ വലിയ ദഹനക്കാരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ ചോറ് വയ്ക്കുമ്പോൾ, നല്ല പിള്ളേരുടെ ചോറൊക്കെ വയ്ക്കുമ്പോൾ ഈ 2-3 ചിരട്ട ആ കഞ്ഞിയിലങ്ങ് ഇടും. അപ്പോൾ അത് ചോറൊക്കെ വേഗം വെന്ത് കിട്ടാനും കൂടെ എളുപ്പമാണ്. നമ്മൾ ഇപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ആ കുടിക്കുന്ന വെള്ളത്തിലേക്ക് 1-2 ചെറിയ കഷ്ണം ചിരട്ട പൊട്ടിച്ചിട്ടിട്ട് ആ വെള്ളം തിളപ്പിച്ച് ആറ്റി കുടിക്കാൻ നല്ലതാണ്. അരമണിക്കൂർ നേരം തിളപ്പിച്ചാൽ കളർ വന്നു. ഇത് നമ്മൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചിരട്ടയിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചു. അതേ വെള്ളത്തിലേക്ക് ഇനി രസത്തിന് വേണ്ട ചേരുവകൾ ചേർക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ഇടണം. ചെറുതായി ചതച്ചെടുക്കും. പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇനി ഇത് നന്നായി തിളച്ച് പച്ചമുളകിൻ്റെയും ഇഞ്ചിയെല്ലാം അതിൽ നന്നായി തിളച്ച് നല്ല മിക്സായി കഴിയുമ്പോൾ
പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ വെള്ളം ഒഴിക്കണം. എന്ന് പറഞ്ഞാൽ രസത്തിന് പുളി രസം വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ ചെറുനാരങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര. ശരിക്കും ഇപ്പം രസത്തിൻ്റെ കളർ ഇതാണ്, ഒറിജിനൽ കളറാണ് ഇതിൻ്റെത്. ഇനിയിപ്പം നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഒരു അട്രാക്റ്റീവ് തോന്നണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചെറുപുളിയുടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞത് പിന്നെ ചുവന്ന ചെമ്പരത്തി പൂവിൻ്റെ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ വെള്ളം, പുളിക്ക് വേണ്ടിയിട്ട്, പുളി രസത്തിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ വെള്ളം ഒഴിക്കാം. ഇതിൻ്റെ ഒറിജിനൽ കളറാണ്. നമ്മൾ മാങ്ങാക്കാലത്ത് മാങ്ങ ഇടും, പിന്നെ ഇല്ലെങ്കിൽ പിന്നെ പുളി ഇടും, അല്ലെങ്കിൽ നമ്മൾ എന്താന്ന് പറഞ്ഞെങ്കിൽ മറ്റേ പുനർപ്പുളി കിട്ടുമല്ലോ, അതിടും. പുനർപ്പുളി അറിയോ, കോക്കം, ഏതെങ്കിലും പുളി ഇട്ടാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് കുറച്ച് ഒഴിക്കാം. കറിവേപ്പില. കടുക്, കുറച്ച് കായപ്പൊടി, Our healthy Chiratta rasam is ready. Chiratta rasam literally enhanced the flavor and quality of our lunch. And we bid farewell to Lakshmi Chichi, hoping to meet her in another episode with a new ITK on coconut. Thanks for watching. Signing off, Jai Shri MP.